ഇറാന് നേരെ മാരകമായ ആക്രമണം നടത്തി ഇസ്രയേൽ. യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ ശ്രമമാണ് ഇപ്പോൾ ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതായത് കൂറ്റൻ സ്ട്രൈക്കാണ് ഇറാന് മേൽ ഇവിടെ ഇസ്രയേൽ അഴിച്ചുവിട്ടത്. ഉഗ്രശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നിർമ്മാണശാലയ്ക്ക് നേരെയാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ മരുന്ന് നിർമ്മാണശാല പൂർണ്ണമായും തകർന്ന് തരിപ്പണമാക്കിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇറാനെ ഇഞ്ചിഞ്ചായി തന്നെ ആക്രമിച്ച് തകർക്കാനുള്ള പദ്ധതികൾ ഇവിടെ ഇസ്രയേൽ തയ്യാറാക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്നും വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കുവാനും ഇറാൻ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇവിടെ പലപ്പോഴായി തന്നെ യുദ്ധം നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ലാതെ തന്നെ അത് യുദ്ധം പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപമായി തന്നെ ഉയരുന്നത്. ആക്രമണവും പ്രത്യാക്രമണവും കൊണ്ട് പശ്ചിമേഷ്യ വലിയ രീതിയിൽ കലുഷിതമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ ആക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ആകട്ടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ഇറാനെ മരുന്ന് കമ്പനി ആക്രമിച്ചിരിക്കുന്നത്. ഇറാനിലെ ആശുപത്രികൾക്കുള്ള മരുന്നുകൾ തയ്യാറാക്കുന്ന പ്രധാന കമ്പനിയിലാണ് ഇപ്പോൾ മിസൈൽ പതിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രധാന കമ്പനിയാണിത്. ചില ക്യാൻസർ മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം മരുന്നു കമ്പനി ആക്രമിച്ച് തകർത്തതായി തന്നെ ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. ഇറാനിലെ പ്രതിരോധ ഏജൻസികൾക്ക് ആ കമ്പനി രഹസ്യമായി തന്നെ മാരക മരുന്നുകൾ നിർമ്മാണത്തിലാണ് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനാൽ തന്നെയാണ് ആക്രമണം എന്നതായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. എന്നാൽ ഇക്കാര്യം തെളിയിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ഇസ്രായേൽ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് വസ്തുത. അതേസമയം ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നിർമ്മാണശാലയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയതും. ആക്രമണത്തിൽ കമ്പനിയുടെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദന യൂണിറ്റുകളും ഗവേഷണ വിഭാഗവും പൂർണ്ണമായും തന്നെ തകർന്നതായി ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിലെ പെൻഷൻ ഫണ്ട് ഏജൻസിയുടെ ഉടമസ്ഥതയിലുള്ള തൗഫീഖ് ധാരു എന്ന മരുന്ന് കമ്പനിയാണ് ഇസ്രായേൽ തകർത്തത്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം വിദേശ മരുന്ന് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ തന്നെ ഭൂരിഭാഗം മരുന്നുകളും ഇറാൻ അവിടെ ആഭ്യന്തരമായാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ ഏറ്റവും പ്രധാന കമ്പനിയാണ് ഇതെന്നും ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ആരോഗ്യ പരിപാലന സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമത്തിന് വലിയ രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. മാത്രമല്ല, ഇസ്രായേൽ പരസ്യമായും മാറിയതുമല്ലാത്തതുമായ മരുന്ന് നിർമ്മാണ കമ്പനികളെ ബോംബിട്ട് തകർക്കുന്നു എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ യുദ്ധത്തിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നതാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു കമ്പനി ഒരേ സമയം സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എങ്കിൽ പോലും അവരുടെ മുൻഗണന എന്താണ് എന്നത് പരിശോധിക്കപ്പെടണമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇവിടെ നിയമം ഇക്കാര്യം അനുശാസിക്കുകയാണ്. സൈനിക നേട്ടങ്ങളെക്കാൾ വലുതാണോ സിവിലിയൻ നാശനഷ്ടം എന്ന് വിലയിരുത്താതെ തന്നെ ആക്രമണം നടത്താൻ പാടില്ല എന്നതാണ് ഇവിടെ നിയമം വ്യക്തമാക്കിയിരിക്കുന്നതും. അതേപോലെ തന്നെ സിവിലിയൻ സൈനിക ഉപയോഗം എന്ന വാദം നിലനിൽക്കുന്ന എന്നതാണ് ഇവിടെ മറ്റൊരു രീതിയിലേക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ചില രാസവസ്തുക്കൾ സൈനിക ആവശ്യങ്ങൾക്കായി തന്നെ ഉപയോഗിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും മരുന്ന് നിർമ്മാണശാല തകർക്കുന്നതിൽ കാര്യമില്ല എന്നും, കാരണം അവിടെ പ്രാഥമിക നഷ്ടം സിവിലിയന്മാർക്കാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.